ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഈ പുട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ തലേ ദിവസത്തെ നെയ്ച്ചോറാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഏലക്ക പട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് മാറ്റി കൊടുക്കണം. അപ്പോൾ അത് ഇട്ടിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ സ്മെല്ല് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. ഏതെങ്കിലും പുട്ടുപൊടിയോ അല്ലെങ്കിൽ റവ ഒന്ന് വറുത്തെടുത്തതോ അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി ആയാലും മതി. ഏതെങ്കിലും ഒന്ന് നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് നെയ്ച്ചോറ് എടുക്കുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടിയോ റവയോ അരിപ്പൊടിയോ ഏതെങ്കിലും ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ എടുത്താൽ മതി. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അതായത് 1-2 സെക്കൻഡ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ആവശ്യത്തിന് ഉപ്പ്, നെയ്ച്ചോറിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഒരു ലേശം മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങ ചിരവിയത് എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളക്കാൻ വെച്ചപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ പുട്ടിന്. നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരേ അളവിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് കഷ്ണങ്ങൾ ഒരു വലിപ്പം അങ്ങനെ വ്യത്യസ്ത വലിപ്പത്തിലുണ്ടാവില്ല. ഒക്കെ ഒരേ വലിപ്പത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ പുട്ടിന് വേണ്ടിയിട്ട് ചിരകിയിട്ടുള്ള ചിരട്ടയാണ് ഇത്. തേങ്ങ ചിരകിയിട്ടുള്ള ചിരട്ടയാണ്. ഇതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പുട്ട് ചുടുമ്പോൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉലുവയുടെയും ആ ഒരു നെയ്ച്ചോറിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ബാക്കിയാവുന്ന ഒന്നാണ് നെയ്ച്ചോറ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ അറിയില്ല, നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പുട്ട് കൂടി ഇങ്ങനെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ബീഫ് കറി തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ആദ്യം ബീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പൂ ഇവയും ചേർത്ത് കൊടുത്തു. പിന്നെ പൊടികളാണ് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ എരിവിനായിട്ട് കുരുമുളക് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് താളിക്കാനായിട്ട്
ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഏത് വെറൈറ്റി പുട്ടായാൽ മതി, എല്ലാ പുട്ടുകളും ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുട്ടിൽ സകല പരീക്ഷണങ്ങളും ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഈ പുട്ട് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഇതുപോലെ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ പുട്ടുണ്ടാക്കി എടുക്കാറാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അധികം ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ബീഫ് കറിയും നെയ്ച്ചോറ് പുട്ടും വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇത് കൂട്ടിയിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പുട്ട് കൂടി ആയാൽ പിന്നെ പറയും വേണ്ട, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പുട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ. Bye.